ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് വിസ അനുവദിച്ചിരുന്നു, എന്നിട്ടും ഇന്ത്യൻ സന്ദർശനം മുടങ്ങിയതെങ്ങനെ? അതിൻ്റെ സത്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് സന്യാസിമാർ അമേരിക്കയിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്നു. അമേരിക്കയിലെ ഏറ്റവും പോപ്പുലർ ഇവാഞ്ചലിസ്റ്റും ബില്ലി ഗ്രഹാമിൻ്റെ മകനുമായ സുവിശേഷകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിനും നാഗാലാൻഡിലെ കൊഹിമയിൽ നടന്ന റിവൈവൽ മീറ്റിംഗിൽ പ്രസംഗിക്കുന്നതിനും അനുമതി നൽകാഞ്ഞതിനെക്കുറിച്ച് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നാഗാലാൻഡിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിനെ ക്ഷണിച്ചിട്ടും ആഭ്യന്തര മന്ത്രാലയം വിസ അനുവദിച്ചില്ല എന്ന നിലയിലായിരുന്നു വാർത്തകളും പ്രതികരണങ്ങളും പുറത്തു വന്നിരുന്നത്. ഓർക്കണം, നാഗാലാൻഡ് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷം, അതായത് 95% ക്രിസ്ത്യാനികളുള്ള ഒരു സംസ്ഥാനമാണല്ലോ. മുൻപ് ഫ്രാങ്ക്ലിൻ ഗ്രഹാം ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ച് സംസാരിച്ചു, ഇന്ത്യയിൽ മതപരിവർത്തനത്തിന് നേതൃത്വം നൽകി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പിതാവ് ബില്ലി ഗ്രഹാം പണ്ട് ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയെ സന്ദർശിച്ചു തുടങ്ങിയ പല ആരോപണങ്ങളാണ് സംഘപരിവാർ ഹാൻഡിലുകൾ ഇത് സംബന്ധിച്ച് പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം ഇതുവരെ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. അതേസമയം ബില്ലി ഗ്രഹാം ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ ഒരു ഔദ്യോഗിക അറിയിപ്പിലൂടെ എന്തുകൊണ്ടാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് നാഗാലാൻഡിൽ എത്താൻ കഴിയാതെ പോയതെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. അതിനെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ ന്യൂസ് ചാനലിലെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നവരാണോ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങളുടെ സ്നേഹിതർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. കൂടാതെ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ സഹകരിക്കുവാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ചാനലിൻ്റെ ഒരു ഭാഗമാകുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ ഫാമിലിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ അവസരമുണ്ട്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോയുടെ താഴെയുള്ള ഇടതുഭാഗത്തുള്ള ഹല്ലേലൂയ എംബ്ലത്തിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഓപ്പണായി വരുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഹല്ലേലൂയ ഫ്രണ്ട് അല്ലെങ്കിൽ ഫാമിലി മെമ്പർ എന്ന ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. ചെറിയൊരു തുക നൽകി പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കുവാൻ നിങ്ങൾക്ക് അവിടെ അവസരമുണ്ട്. നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. ഏതായാലും മടങ്ങി വീഡിയോയിലേക്ക് വരട്ടെ. എന്തുകൊണ്ടാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് ഇന്ത്യയിൽ എത്താൻ സാധിക്കാതെ പോയത്? പലരും കരുതുന്നത് പോലെയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെയും ഇന്ത്യ ഗവൺമെൻറ് വിസ നൽകാഞ്ഞത് കൊണ്ടൊന്നുമല്ല അദ്ദേഹത്തിന് ഇന്ത്യയിൽ വരുവാൻ സാധിക്കാതെ പോയത്. അദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെൻറ് വിസ അനുവദിച്ചു. എന്നാൽ ഇന്ത്യൻ ഗവൺമെന്റ് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന്റെ വിസ അനുമതി നൽകുന്നത് വളരെയധികം വൈകിപ്പിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് നാഗാലാൻഡിൽ എത്തുവാനോ കൃത്യസമയത്ത് ആ പരിപാടിയിൽ പങ്കെടുക്കുവാനോ സാധിക്കാതെ വരികയായിരുന്നു. ഇത് സംബന്ധിച്ച് ബില്ലി ഗ്രഹാം ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ ഔദ്യോഗികമായി പ്രതികരണം നൽകിയത് ഇപ്രകാരമാണ്. റവറൻഡ് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിനും ഞങ്ങളുടെ ടീമിനും ഇന്ത്യൻ ഗവൺമെന്റ് ഹോം അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ഫോറിനേഴ്സ് ഡിവിഷനിൽ നിന്ന് വിസ അപ്രൂവൽ ലഭിച്ചിരുന്നു. എന്നാൽ നാഗാലാൻഡ് യുണൈറ്റഡ് എ ഗാദറിംഗ് ഓഫ് ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് റിവൈവൽ, ഹോൺബിൽ ഫെസ്റ്റിവൽ എന്നിവയ്ക്ക് സമയത്തിന് എത്തിച്ചേരാൻ ആവശ്യമായ ഡിപ്പാർച്ചർ തീയതിക്ക് ശേഷമാണ് വിസ അനുമതി ഞങ്ങൾക്ക് ലഭിച്ചത്. ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് വിസ റിജക്റ്റ് ചെയ്യുന്നതിന് പകരം വിസ നൽകുന്നത് പരമാവധി താമസിപ്പിക്കുകയും അവരുടെ ടീമിന് പ്രോഗ്രാമിന് മുൻപ് ഇന്ത്യയിൽ എത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുകയായിരുന്നു. അതായത് പിന്നീട് പരാതികൾ ഉണ്ടായാലും എന്തെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ കൃത്യവിലോപം എന്ന് പറഞ്ഞ് തടി ഊരാവുന്ന വിധത്തിൽ ഫ്രാങ്ക്ലിൻ ഗ്രഹാം ഇന്ത്യയിൽ എത്തുന്നത് തടയുകയായിരുന്നു എന്ന് ചുരുക്കം. ബില്ലി ഗ്രഹാം ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷന്റെ വക്താവ് അതോടൊപ്പം ഇപ്രകാരം കൂടെ പറഞ്ഞു. ഫ്രാങ്ക്ലിൻ ഗ്രഹാം കൊഹിമ ബാപ്റ്റിസ്റ്റ് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിനും നാഗാലാൻഡ് ചീഫ് മിനിസ്റ്റർ ഡോക്ടർ നിഫിയു റിയോയ്ക്കും നാഗാലാൻഡ് സന്ദർശിക്കാൻ തന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. വാഷിംഗ്ടൺ DC-യിലെ ഇന്ത്യൻ എംബസിയുമായി ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചു. അവരോടും എല്ലാ സഹായത്തിനും നന്ദി പറയുന്നു. ഇതായിരുന്നു അവരുടെ പ്രസ്താവനയുടെ ചുരുക്കം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആത്മീയ പ്രചോദനം നൽകുന്ന വ്യക്തിയാണ് സുവിശേഷകനായ ഫ്രാങ്ക്ലിൻ ഗ്രഹാം. അമേരിക്കയിൽ ഉടനീളം അദ്ദേഹത്തിന് വലിയ സ്വാധീനമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവ് തൊട്ട് അമേരിക്കയുടെ ഒരു പാസ്റ്റർ എന്നുള്ള പദവി ഇരുവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2025 നവംബറിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനമായ നാഗാലാൻഡിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ 10,000-കണക്കിന് ആളുകളാണ് കാത്തിരുന്നത്. അവരെല്ലാവരും നിരാശരാകേണ്ടി വന്നു. അമേരിക്കയിൽ നിന്ന് ലോകം ആദരിക്കുന്ന ഒരു സുവിശേഷകൻ ഇന്ത്യയിൽ വന്ന് ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിന് ആരാണ് ഇത്രയധികം ഭയപ്പെടുന്നത്? എന്താണ് അതിന് കാരണം?
സത്യത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. 2025 ഒക്ടോബറിൽ മഹാരാഷ്ട്രയിലെ ഭിവണ്ടിയിൽ ക്രിസ്തീയ യോഗത്തിൽ പങ്കെടുത്ത അമേരിക്കൻ ആർമി വെറ്ററൻ ജെയിംസ് വാട്സൺ അറസ്റ്റിലായത് ഞാനൊരു വാർത്തയിലൂടെ നിങ്ങളെ അറിയിച്ചിരുന്നു. ബിസിനസ് വിസയിൽ വന്ന അദ്ദേഹം നിയമവിരുദ്ധമായി മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നായിരുന്നു ആരോപണം. രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഹിന്ദുമതം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു എന്നീ വ്യാജ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നരബലി, മന്ത്രവാദം തുടങ്ങിയവ തടയുന്ന നിയമപ്രകാരം അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുകയും ചെയ്തത്. സമാധാനപരമായ പ്രാർത്ഥനകൾ പോലും ക്രിമിനൽ കുറ്റമാക്കുന്ന ഈ നീക്കം ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ കഴുത്തിൽ മുറുക്കുന്ന നിയമക്കുരുക്കാണ് എന്ന് തിരിച്ചറിയുക. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യം നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഒരു വശത്ത് അമേരിക്കൻ സുവിശേഷകർക്ക് മുന്നിൽ ഇന്ത്യയുടെ വാതിൽ കൊട്ടിയടയ്ക്കുന്നു. എന്നാൽ മറുവശത്ത് അമേരിക്കൻ മണ്ണിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ വർഷവും ആയിരക്കണക്കിന് ഹിന്ദു സന്യാസിമാരും യോഗ ഗുരുക്കന്മാരും ദൈവങ്ങളും അമേരിക്കയിലേക്ക് പറക്കുന്നു. അവർക്ക് അവിടെ റെഡ് കാർപ്പറ്റ് സ്വീകരണമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ അമേരിക്കയിലെ ഹിന്ദു സമൂഹം വല്ലാതെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഹിന്ദു ക്ഷേത്രങ്ങളുടെ എണ്ണം തന്നെ 435 നിന്ന് കഴിഞ്ഞ 20 വർഷം കൊണ്ട് 1500 കുതിച്ചുയർന്നു. ഹൈന്ദവ ആരാധനാ രീതികൾ കൂടിയായ യോഗയും മെഡിറ്റേഷനും ഒക്കെ ഇന്ന് അമേരിക്കൻ ജീവിതത്തിന്റെ ഭാഗവുമാണ്. US ഏകദേശം 85,000 രജിസ്റ്റർ ചെയ്ത യോഗാധ്യാപകരുണ്ട്. സ്വാമി വിവേകാനന്ദൻ തുടങ്ങിവെച്ച ഈ ഹൈന്ദവവൽക്കരണം ഓഷോ രജനീഷിലൂടെ, മഹർഷി മഹേഷ് യോഗിയിലൂടെ, ശ്രീ രവിശങ്കറിലൂടെ, അമൃതാനന്ദമയിലൂടെ ഒക്കെ ഇതിങ്ങനെ വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യൻ ഗുരുക്കന്മാർക്ക് അമേരിക്കയിൽ മതപ്രചരണം നടത്തുവാനും വലിയ അനുയായി വൃന്ദത്തെ സൃഷ്ടിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഈ ആത്മീയ പ്രബോധകരെ, സന്യാസിമാരെയൊക്കെ അമേരിക്കൻ ഭരണകൂടം ഒരു കാരണവശാലും തടയുന്നില്ല. കാരണം അമേരിക്കൻ ഭരണഘടന എല്ലാ മതങ്ങൾക്കും പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അമേരിക്ക അതിനൊന്നും ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. ഇവിടെയാണ് ശരിയായ ഇരട്ടത്താപ്പ് നമ്മൾ ദർശിക്കേണ്ടത്. അമേരിക്കയിൽ ഹിന്ദുമതത്തിന്റെ വ്യാപനത്തിന് സ്വന്തം രാജ്യത്തു നിന്ന് സന്യാസിമാരെയും ഗുരുക്കന്മാരെയും കയറ്റി അയക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. നമ്മുടെ പ്രധാനമന്ത്രി പോലും അമേരിക്കയിൽ പോയി യോഗയെക്കുറിച്ചും താൻ ഒരു വിശ്വഗുരുവാണെന്നും ഒക്കെ പ്രഖ്യാപിച്ച് ആയിരങ്ങളെ അതിലേക്ക് ആകർഷിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അമേരിക്കയിൽ നിന്നൊരു ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ്, ഒരു പാസ്റ്റർ ഇന്ത്യയിലെത്തിയാൽ അത് ഇന്ത്യയുടെ ഭരണഘടനാ തത്വങ്ങൾക്ക് എതിരാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു. ഇത് മതസ്വാതന്ത്ര്യം നിഷേധിക്കാനുള്ള കേവലം ഒരു നിയമപരമായ മറ മാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ ഇപ്പോഴെന്താണ്? കണക്കുകളിൽ വളരെയധികം ഞെട്ടിക്കുന്നതാണ്. 2014 മുതൽ 2024 വരെയുള്ള 10 വർഷത്തിനിടയിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അതായത് BJP ഗവൺമെന്റ് ഭരണത്തിൽ വന്ന ശേഷം അത് 555% വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോകരുത്. പള്ളികളും ആരാധനാലയങ്ങളും, എന്തിനേറെ ബൈബിൾ കൊണ്ടു നടക്കുന്നവർ പോലും ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് ഇരയാകുന്നു. സമാധാനപരമായ പ്രാർത്ഥനകൾ പോലും തടസ്സപ്പെടുത്തുന്നു. ക്രിസ്ത്യാനികളിലെ ജയിലിലടയ്ക്കാൻ BJP ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങൾ ഭരണഘടനാ വിരുദ്ധമായ മതപരിവർത്തന നിരോധന നിയമങ്ങൾ പാസാക്കുകയും അത് നിരന്തരം ദുരുപയോഗം ചെയ്ത് വ്യാജ പരാതികളുടെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട പാസ്റ്റർമാരെയും വിശ്വാസികളെയും ജയിലിലടയ്ക്കുകയും ചെയ്യുന്നു. രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ അവർ പാസ്സാക്കിയിരിക്കുന്ന നിയമങ്ങൾ അതിക്രൂരമാണ്. ഒരു കൊലപാതകിക്ക് പോലും കൊടുക്കാത്ത വലിയ ശിക്ഷയാണ് മതപരിവർത്തനത്തിന് വേണ്ടി ഒരാൾ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ശ്രമിച്ചു എന്ന ആരോപണത്തിന് കൊടുക്കുന്ന ശിക്ഷ. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണുള്ളത്? രാഷ്ട്രീയ സ്വയംസേവക സംഘടന അഥവാ RSS, വിശ്വ ഹിന്ദു പരിഷത്ത്, VHP പോലുള്ള ഹിന്ദു തീവ്രവാദ സംഘടനകളാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇതാണ്. ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ വേട്ടയാടുന്ന ഈ ഹിന്ദു തീവ്രവാദ ഗ്രൂപ്പുകൾക്കെല്ലാം അമേരിക്കയിൽ വലിയ പ്രവർത്തന ശൃംഖലകളാണുള്ളത്. അവരവിടുന്ന് വലിയ ഫണ്ട് ശേഖരിക്കുന്നു. RSSന്റെ US ഘടകമാണ് ഹിന്ദു സ്വയം സേവക് സംഘ്. സേവ ഇന്റർനാഷണൽ പോലുള്ള RSS അഫിലിയേറ്റഡ് പ്രസ്ഥാനങ്ങൾ US ഫെഡറൽ ഗവൺമെന്റിന്റെ കോവിഡ് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പോലും പണം ലഭിച്ചിരുന്നു. ഇങ്ങനെ ലഭിക്കുന്ന അമേരിക്കൻ ഡോളറും ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇന്ധനം നൽകുന്നതിന് ഉപയോഗിക്കുന്നു എന്ന് നിരന്തരമായ ആരോപണങ്ങളുണ്ട്. ഇന്ത്യയിലെ ഭരണകൂടം വിദേശ മിഷണറിമാരെ തടയുന്നത് ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് ഇവിടെയുള്ള എല്ലാവരും എത്തിപ്പോകുമോ? ആരെങ്കിലും ഇവിടെ വന്ന് ഒരു വിദേശ നേതാവ്, ഒരു വിദേശ ക്രിസ്തീയ നേതാവ് ഇന്ത്യയിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ചാൽ ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യാനികളായി പോകുമോ എന്ന് ഈ ഭരണകൂടവും ഹിന്ദു തീവ്ര സംഘടനകളുമെല്ലാം വല്ലാതെ ഭയപ്പെടുന്നു എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. രസകരമായ ഒരു കണക്ക് കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം.
അമേരിക്കയിൽ നിന്ന് ഒരു ഇവാഞ്ചലിസ്റ്റിനെയും ഇന്ത്യയിലേക്ക് കയറ്റില്ലെന്ന് തീരുമാനിച്ച് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിനെ പോലും തടഞ്ഞവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കണക്ക് പറയുന്നത്. പക്ഷെ അവർക്കിത് മനസ്സിലാകണമെന്നില്ലല്ലോ. അടുത്ത 6 മാസത്തിനുള്ളിൽ അമേരിക്കയിലെ 1000-ഓളം ഹിന്ദു ക്ഷേത്രങ്ങളിൽ വാർഷിക ഉത്സവങ്ങളാണ് നടക്കുവാൻ പോകുന്നത്. ഓരോ ഉത്സവത്തിനും നിരവധി ഹിന്ദു സന്യാസിമാരാണ് ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് എത്തേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് ഒഴുകുവാൻ പോകുന്നത്. കൂടാതെ അമേരിക്കയിലെ ഹിന്ദു ഡയസ്പോറയിൽ ഡിസംബർ മാസത്തിൽ ഗീതാ ജയന്തി, ക്ഷേത്രങ്ങളിലെ വർഷാവസാന പ്രോഗ്രാമുകൾ, ഹനുമാൻ ലീല എന്നീ ആഘോഷങ്ങളുണ്ട്. 2026 വന്നാൽ ജനുവരിയിൽ മകരസംക്രാന്തി നടക്കേണ്ടതുണ്ട്, പൊങ്കലുണ്ട്, ലോഹ്രി ഉണ്ട്, വിളവെടുപ്പ് ഉത്സവമുണ്ട്. ഫെബ്രുവരി മാസത്തിൽ വസന്ത പഞ്ചമി, സരസ്വതി പൂജ, മഹാശിവരാത്രി, ഷിക്കാഗോയിലെ ഹാവാർഡിലുള്ള ഇന്ത്യൻ കോൺഫറൻസ് എന്നിവയെല്ലാം ഉണ്ട്. മാർച്ച് മാസത്തിൽ ഹോളി, ഇസ്കോണിൻ്റെ ക്ഷേത്രങ്ങളിൽ ഉഗാദി, ഗുഡി പദ്വ, രാമനവമി ആഘോഷങ്ങളെല്ലാം നടക്കുന്നു. ഏപ്രിൽ മാസത്തിൽ ഹനുമാൻ ജയന്തി, അക്ഷയ തൃതീയ, ഇങ്ങനെ വർഷം മുഴുവൻ ആഘോഷങ്ങളും അനുബന്ധ പ്രോഗ്രാമുകളുമാണ് നടക്കുവാൻ പോകുന്നത്. ഇതിനെല്ലാം തന്നെ ആയിരക്കണക്കിന് ഹിന്ദു സന്യാസിമാർ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒഴുകിയെത്തണം. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സവിശേഷ സന്ദർഭങ്ങളിലും ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് സന്യാസിമാരുടെ ഒഴുക്കാണ് അമേരിക്കയിലേക്ക് നടക്കുന്നത്. ആരും അതിനെ തടയുന്നില്ല, ആർക്കും അതിന് പരാതിയുമില്ല. എന്നാൽ ബില്ലി ഗ്രഹാമിൻ്റെ മകനെ ഇന്ത്യയിൽ കയറ്റാതെ നാടകം കളിച്ചതും ഇന്ത്യയിൽ മതത്തിൻ്റെ പേരിൽ ക്രൈസ്തവർ നേരിടുന്ന അതിക്രമങ്ങളും ഇന്ത്യയേക്കാൾ കൂടുതൽ അമേരിക്കയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏത് സമയത്ത് എന്ത് തീരുമാനമാണ് പ്രഖ്യാപിക്കുവാൻ പോകുന്നതെന്ന് നമുക്കാർക്കും അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വാർത്തകൾ എത്തുകയും അദ്ദേഹം ഏതെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്താൽ ഈ ആഘോഷങ്ങൾക്കെല്ലാമുള്ള ഈ സന്യാസിമാരുടെ ഒഴുക്കിന് എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അത് ഒരു നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അവിടെയുള്ള ഹിന്ദു സമൂഹവും അവർ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളിലും ഉത്സവങ്ങളിലും ആരാധനകളിലും ഒക്കെ മുന്നോട്ട് പോകട്ടെ. എന്നാൽ ഇവിടെ ഈ ഭാരതത്തിൽ ഒരു സുവിശേഷകൻ ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്ന് ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ ഇവിടെ മുഴുവൻ ഇടിഞ്ഞു വീഴുമെന്നുള്ള നിങ്ങളുടെ ചിന്ത, അതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന ഈ തടസ്സങ്ങൾ, അതോടൊപ്പം തന്നെ മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ പേരിലും ആൾക്കൂട്ട അക്രമങ്ങളായൊക്കെ നിങ്ങൾ നടത്തുന്ന ഈ ക്രൈസ്തവ വിരോധ പ്രവർത്തനങ്ങൾ ഒരിക്കലും നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമായി ചേർന്നു പോകുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കും.